കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് ഗുളിഹൻ തെയ്യം ഭയങ്കര ഫേമസ് ആണ് ഈ സമയ കാലഘട്ടങ്ങളിൽ, അതായത് മാർച്ച് തൊട്ട് ഏപ്രിൽ മെയ് സമയങ്ങളിൽ. നമ്മൾ പോയ പാടെ രാവിലെ ഗണപതി ഹോമം 8 മണിക്കുണ്ടാവും. അതിൻ്റെ കുരിയും തന്നിട്ട് പ്രസാദവും തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മുള്ളിലേക്ക് തുള്ളി ചാടി ഓടുന്ന ഗുളികനെയും കാണാം. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഗുളികൻ തെയ്യം, ഗുളികൻ കെട്ടിയടിക്കൽ, അങ്ങനെയാണ് ഇതിനെ പറയാറുള്ളത്. ഇതിന് കാട് ആവശ്യമുണ്ടെന്ന് പറയും. കാട്ടിലേക്ക് തുള്ളി ചാടി ഓടി അങ്ങനെയാണ് മുള്ളും കാടും മേടും എല്ലാത്തിലേക്ക് ഇത് പോകും. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. മുള്ളിലൊക്കെ വീണിട്ടാണ് എടുത്തുകൊണ്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് വന്നത്. കുറേ എടുത്തിട്ടില്ല, ഞാൻ കുറച്ച് മാത്രമാണ് വീഡിയോസ് എടുത്തത്. കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് ഇതിനെ ഗുളികൻ, അതുപോലെ ഗുളിയൻ അങ്ങനെ പറയാറുണ്ട്. മാർച്ച് തൊട്ട് ഏപ്രിൽ മെയ് മാസം ഫുള്ളാണ് ഇതിൻ്റെ ഉത്സവകാലങ്ങൾ. ആ സമയത്താണ് ഇത് വെക്കാറുള്ളത്. നമ്മൾ തമിഴ്നാട്ടിൽ ഇതൊന്നും ഇങ്ങനെ ഇല്ലാത്ത കൊണ്ട് ഫസ്റ്റൊക്കെ ആദ്യം ഞാൻ കണ്ടപ്പോൾ ഭയങ്കര എനിക്കൊരു അത്ഭുതം തോന്നി. പക്ഷേ 25 വർഷമായിട്ട് ഇങ്ങനത്തെ ഉത്സവം കുറേ നടക്കും. ഈ സമയത്ത് നമുക്ക് അതെല്ലാം നമ്മൾ പങ്കെടുക്കാറുണ്ട്. ഇതിന് പ്രസാദമായിട്ട് നമ്മൾ അങ്ങോട്ട് കാണിക്ക കൊടുക്കുന്നത് തെന്നങ്കല്ല്. നമ്മളതിന് 30 രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കണം, ചീട്ട് വാങ്ങിക്കണം. അതിന് കലസം വെക്കുന്നതാണ് പറയാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അവർ പ്രസാദമായിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത്, നമ്മളെല്ലാം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പ്രസാദം കൊടുക്കുന്നത് അരിയാണ് തരുന്നത്. ഈ അരി നമ്മൾ ചോറ് വെക്കുന്ന അരിൻ്റെ കൂടെ പോയിട്ട് മിക്സ് ആക്കിയിട്ട് വെക്കണമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം വാങ്ങുമ്പോൾ പൈസ ആയിട്ടും കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ അന്നദാനത്തിന് അരിയായിട്ട് നമുക്ക് വാങ്ങിച്ചും കൊടുക്കാം, പൈസ ആയിട്ടും കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മൾ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ്. കാസർഗോഡ് കണ്ണൂർ ഭാഗത്താണ് ഇതിനെ ഗുളിഹൻ അല്ലെങ്കിൽ ഗുളിയൻ അങ്ങനെ പറയുന്നത്.
വേറെ എനിക്ക് വേറെ സൈഡ് ഉള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഭക്ഷണം ഉണ്ടായിരുന്നു, സാമ്പാറും അതേപോലെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ടാണ് നമ്മൾ വന്നത് പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഇതിന് എന്ത് പറയുന്നുണ്ട് അങ്ങനെ പറയണം. കാസർഗോഡ് കണ്ണൂർ ഭാഗത്താണ് ഞാൻ പറയുന്നത്, അതിലും ഡിഫറെൻ്റ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. കാസർഗോഡും കണ്ണൂരും വളരെ ഡിഫറെൻറ്റ്. നമ്മൾ ഇവിടെ കാസർഗോഡിൽ ഇങ്ങനെയാണ് കുറേ ഉണ്ടാവും. അതൊക്കെ ഞാൻ കുറേ പണ്ട് ഉള്ള വീഡിയോയിലും ഇട്ടിട്ടുണ്ട്, നോക്കാത്തവരും നോക്കുക. എനിക്ക് എന്തായാലും ഇത് ഭയങ്കര ഇഷ്ടമാണ് നോക്കാൻ. അങ്ങനെ ഞാൻ വന്നിട്ട് നോക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോയി. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം കൂടി പറയുക. അതേപോലെ ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും ഈ ഗുളികനെന്ന് പറഞ്ഞിട്ട് കമൻറ്റിൽ കൂടി അറിയിക്കുക. താങ്ക്